ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ, വിശേഷിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത്തരം സംഭവവികാസങ്ങളിലേക്ക് നയിക്കാനുണ്ടായ കാര്യങ്ങളെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. അദ്ദേഹത്തിനെതിരെ നിയമപരമായ സംവിധാനങ്ങളിലൊന്നും പരാതി കൊടുക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കുന്നില്ല, മറിച്ച് സ്വയം രാജി പ്രഖ്യാപിക്കാനാണ് അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത്. അതിനെ തുടർന്നാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. പാലക്കാട് MLA ആയ ഇദ്ദേഹത്തെ MLA സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പല യുവജന സംഘടനകളും മഹിളാ അസോസിയേഷനെല്ലാം പ്രതിഷേധത്തിൻ്റെ വഴിയിലാണ്. ഇത്തരം സംഭവവികാസങ്ങൾ ഉണ്ടാകാനുള്ള കാര്യങ്ങളെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് തന്നെ ഒരു വലിയ ആരോപണവുമായിട്ടാണ്. ആധാർ കാർഡ് തിരുത്തിക്കൊണ്ട്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ആധാർ കാർഡ് ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം ഭൂരിപക്ഷം നേടി യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി എന്നാണ് പറയുന്നത്. രണ്ടാമത്, ലീഡർ കെ കരുണാകരൻ്റെ ഭാര്യയെ, അതായത് ശ്രീ കെ മുരളീധരൻ്റെയും പത്മജ വേണുഗോപാലിൻ്റെയും അമ്മയെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ചില കമൻറ്റുകൾ ഇദ്ദേഹം പാസാക്കിയിരുന്നു. തുടർന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ PV അൻവറെ രാത്രി പോയി കാണുകയും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തത്. ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹം സസൂക്ഷ്മം വീക്ഷിക്കുന്നതാണ്. VD സതീശൻ പറഞ്ഞത് അതൊക്കെ പിള്ളേരല്ലേ, അതൊരു കൃത്യമായ മറുപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാലക്കാട് MLA, 35 വയസ്സുള്ള ഒരാൾ, നല്ല എഡ്യൂക്കേഷനുള്ള ഒരാൾ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഒരാളെ ഈ രീതിയിൽ കാണുക എന്ന് പറഞ്ഞാൽ അതൊരുപക്ഷെ അദ്ദേഹത്തിന് മാത്രം പറ്റുമായിരിക്കും, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് സാധ്യമാകുന്നൊരു കാര്യമല്ല. പക്ഷെ ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോഴും അതിനകത്ത് ഇടപെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് സംഭവങ്ങൾ വികസിക്കുമായിരുന്നില്ല. കൂടാതെ ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നു. സഖാവ് VS അച്യുതാനന്ദനെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം. കൂടാതെ സഖാവ് കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ CPIM നേതാവായിട്ടുള്ള ഇദ്ദേഹം പറഞ്ഞത് ആ ക്രിമിനൽ ചത്തു എന്നാണ്. അത് നന്നായെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലൊരാൾ മരിക്കുമ്പോൾ സാമാന്യമായിട്ട് നമ്മൾ അത്തരത്തിലുള്ളൊരു കമൻ്റാണോ പാസ്സാക്കുന്നത്? അത് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു സാംസ്കാരികമായ പ്രശ്നം കൂടി അതിനകത്ത് അടങ്ങിയിരിക്കുന്നതായാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് വരുന്നത് DYFIയുടെ ഭക്ഷണപ്പൊതി വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതവർ കാലങ്ങളായി ഇവിടെ ചെയ്യുന്നതാണ്, വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ പോസിറ്റീവ് സൈഡ് കൂടി നമ്മൾ കാണണ്ടേ? ഇദ്ദേഹം പറഞ്ഞത് അതിൻ്റെ പിന്നിൽ നടക്കുന്ന ലൈംഗിക പീഡനം ഇവരാരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. ഇദ്ദേഹം അങ്ങനെ പൊതുമാധ്യമങ്ങളോട് പറയുമ്പോൾ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, അല്ലെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് കൂടി ഇദ്ദേഹം കാണേണ്ടതായിരുന്നു. പക്ഷെ ഇതെല്ലാം നടത്തുമ്പോഴും അദ്ദേഹത്തെ തിരുത്തിയില്ല. അതുപോലെ തന്നെ പിണറായി വിജയനെ പോലെ വളരെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവിനെ എടോ വിജയ എന്ന് വിളിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രതലം അല്ലെങ്കിൽ സാംസ്കാരിക മണ്ഡലം
നമുക്ക് വളരെ വിഷമമുണ്ടാക്കുന്നതാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു നടിയും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻ ജോർജ് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് ഇദ്ദേഹത്തെ ഈ രാജിയിലേക്ക് കൊണ്ടെത്തിച്ചത്. അതുകൂടാതെ നിരവധിയായ പരാതികൾ, AICCക്ക് തന്നെ 9 പരാതികൾ കിട്ടിയെന്നാണ് പറയുന്നത്. ഒരു പെൺകുട്ടിയെ അവർ ഗർഭിണിയായതിനു ശേഷം അത് അബോർട്ട് ചെയ്യണക്കുറിച്ചുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് 2 ദിവസത്തിനുള്ളിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മോറൽ സൈഡ് അത്രയ്ക്ക് ശുദ്ധമല്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു ഘട്ടത്തിലും ഇദ്ദേഹത്തെ ആരും കറക്റ്റ് ചെയ്യുന്നില്ല. ഇത് നമ്മുടെ രാഷ്ട്രീയം മലീമസമാക്കുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ ഒളിക്യാമറ വെക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരത് ഡിക്റ്റേറ്റ് ചെയ്ത് അത് സെറ്ററേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇമ്മീഡിയറ്റ് കാണാൻ കഴിയും. തെറ്റുകൾ സംഭവിക്കാം, സ്വാഭാവികമാണ്. പക്ഷെ തെറ്റുകൾ വികസിക്കാനും അത് റിപ്പീറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല നേതാക്കന്മാരില്ലാതായി തീരും. കേരളം ആവശ്യപ്പെടുന്നത് യുവജന നേതാക്കന്മാരെയാണ്. ഇദ്ദേഹത്തിൻ്റെ വലിയ സപ്പോർട്ടറായിരുന്നു ഷാഫി പറമ്പിൽ. എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങൾ അവരിലും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെല്ലാം മോട്ടിവേറ്റ് ചെയ്യാനുള്ള കാരണമായി മാറിയത്. VD സതീശനോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആളുകളോ കൃത്യമായ സമയത്ത് ഇടപെട്ടുകൊണ്ട് ഒരു റെക്ടിഫിക്കേഷൻ മൂവ്മെൻറ്റ് നടത്തിയിരുന്നെങ്കിൽ ഇത്തരം സംഭവവികാസങ്ങളിലേക്ക് പോകുമായിരുന്നില്ല. പിന്നെ പറയുന്നൊരു കാര്യം, ഈ നിയമപരമായ സംവിധാനങ്ങളിൽ അപേക്ഷ കൊടുക്കുന്ന, പരാതി കൊടുക്കുന്നുള്ളതൊക്കെ സെക്കൻഡറിയാണ്. ആദ്യം ഒരു പൊതുപ്രവർത്തനം കാണേണ്ടത് തന്നെക്കുറിച്ച് തൻ്റെ ജനത എങ്ങനെ വിചാരിക്കുന്നു, തന്നിൽ ആ ജനതയ്ക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതാണ്. അതാണ് പ്രൈമറി. അല്ലാണ്ട് നിയമപരമായ വേദികളിൽ എനിക്കെതിരെ ആരും പരാതി കൊടുത്തിട്ടില്ല, ഞാൻ പരിശുദ്ധനാണെന്നുള്ള വാദം നിലനിൽക്കുന്നതല്ല. ഒരു പൊതുപ്രവർത്തകൻ, ഈ സമൂഹത്തോട് കടപ്പെട്ടവൻ, ഓരോ സമൂഹത്തിൻ്റെ വ്യക്തികളോടും ജനതയോടും പിന്നെ ബന്ധമുള്ള വ്യക്തികളാണ് നേതാക്കന്മാരായി വരുന്നത്. അവരാണ് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇന്നത്തെ രാഹുൽ മാങ്കൂട്ടം അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയില്ല എന്ന് ആര് കണ്ട്? ജനം അവരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, ജനം അവരെ ആ രീതിയിലേക്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അവരെല്ലാം സ്ഥാനത്തെത്തും. 957 വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് AK ആന്റണി വരുന്നത്. പക്ഷേ AK ആന്റണിയുടെ പിന്നിൽ അന്ന് വിമോചന സമരം നടക്കുമ്പോൾ AK ആന്റണിയുടെ പിന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചതെന്താണെന്ന് അറിയാമോ? പാളയെ കഞ്ഞു കുടിപ്പിക്കും, തമ്പ്രാനെന്ന് വിളിപ്പിക്കുമെന്നാണ്. ഈ മുദ്രാവാക്യം തൻ്റെ പിന്നിൽ നിന്ന് ആളുകൾ വിളിക്കുമ്പോൾ അതിനെ നയിച്ച നേതാവാണ് AK ആന്റണി. പക്ഷെ അദ്ദേഹം പിന്നീട് തിരിച്ചറിയുന്നുണ്ട്, അത് തെറ്റായിപ്പോയെന്ന് അദ്ദേഹം മനസ്സിലാകുന്നുണ്ട്. തിരുത്തൽ എല്ലാ കാലഘട്ടത്തിലും ആവശ്യമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ അനുയായികളെ ധാർമ്മികമായി വളർത്താൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മാധ്യമങ്ങളും തെറ്റായ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നേതൃത്വത്തെ ശുദ്ധീകരിക്കുകയാണ്. പ്രചരിപ്പിച്ചുകൊണ്ട് നേതൃത്വത്തെ നശിപ്പിക്കുകയല്ല വേണ്ടത്. നേതൃത്വത്തിന് ശുദ്ധീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പുറത്തേക്ക് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.